ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പുകാലത്തെ പുറപ്പാട് പുസ്തക ധ്യാനത്തിലൂടെ കനാനിൽ പ്രവേശിക്കുന്നതിൻ്റെ 26-ാം അധ്യായം ധ്യാനിക്കുന്ന ഈ നോമ്പ് ദിനത്തിൽ 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായി തിരുനിവാസം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ കർട്ടനെപ്പറ്റി, തിരുനിവാസത്തെ വിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂപ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മുടിശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരുവുകളുള്ളവയായി അവയെ ഉണ്ടാക്കണം. ഓരോ മുടിശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മുടിശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മുടിശീലയ്ക്കെല്ലാം ഒരു അളവായിരിക്കണം. 5 മുടിശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. മറ്റേ 5 മുടിശീലയും മറ്റോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയതായ 1-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മുടിശീലയുടെ വിളിമ്പിൽ നീല നൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. 2-ാമത്തെ വിരിയുടെ പുറത്തെ മുടിശീലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മുടിശീലയിൽ തന്നെ 50 കണ്ണി ഉണ്ടാക്കണം. 2-ാമത്തെ വിരിയിലുള്ള മുടിശീലയുടെ വിളിമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. കണ്ണി നേർക്ക് നേരെ ആയിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മുടിശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണക്കണം. തിരുനിവാസത്തിന്മേൽ മുടിവിരിയായി കോലാട്ട് രോമം കൊണ്ട് മുടിശീല ഉണ്ടാക്കണം. 11 മുടിശീല വേണം. ഓരോ മുടിശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മുടിശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മുടിശീല 11 ഒരളവും ആയിരിക്കണം. 5 മുടിശീല ഒന്നായും 6 മുടിശീല ഒന്നായും ഇണച്ച് 6-ാമത്തെ മുടിശീല കൂടാരത്തിൻ്റെ മുൻവശത്ത് മടക്കി ഇടണം. ഇണച്ചുണ്ടാക്കിയ 1-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മുടിശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും 2-ാമത്തെ വരിയുടെ മുടിശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കണം. താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിൽ ഇട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചു കൊള്ളണം. അപ്പോൾ വളരെ വ്യക്തമായി ഈ ഭാഗത്ത് ഓർപ്പിക്കുന്ന ഈ കർട്ടൻ്റെ കൃത്യമായി പറയുന്ന കാര്യം 12-ാം വാക്യത്തിൽ മുടിവിരിയുടെ മുടിശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മുടിശീല തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം. മുടുവിരിയുടെ മുടിശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്തും 1 മുഴം അപ്പുറത്തും 1 മുഴം, ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ 2 പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം. അത് ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോവൽ കൊണ്ട് മുടുവിരിക്ക് ഒരു പുറ മുടിയും അതിനു മീതെ തകശു തോൽ കൊണ്ട് ഒരു പുറമുടിയും ഉണ്ടാക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ള ഈ ഒരു കൃത്യമായ അനുഭവത്തിൽ നമ്മളുടെ ഡ്രസ് കോഡുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ, ഡിസിപ്ലിനൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം മുമ്പാകെ നമ്മൾ എപ്രകാരമുള്ളവരായിരിക്കണം, ഓരോ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപ ഹൃദയത്തോടുകൂടി. ഉദാഹരണം, ഈ വയലറ്റ് കളർ നമ്മൾ നോമ്പ് കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഇതൊരു റോയൽ കളറാണ്. അനുതാപത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നതായ അനുഭവമാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ കാണുമ്പോൾ, നമ്മളെ അറിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കൃത്യമായി അന്ന് യഹോവയായ ദൈവം ആലയത്തിന് കൊടുത്തെങ്കിൽ കാൽവറി ക്രൂശിലെ യേശു കർത്താവിൻ്റെ വസ്ത്രം പോലും ചീട്ടിട്ടെടുക്കുന്ന ഒരനുഭവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അതിനെപ്പറ്റിയുള്ള അതിനുണ്ടാകേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ബോർഡുകളെപ്പറ്റി പറയുന്നുണ്ട്. 15-ാം വാക്യത്തിൽ തിരുനിവാസത്തിന് കതിരമരം കൊണ്ട്
നിവരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കുകയാണ്. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിൻ്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം. തെക്കുവശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് 40 ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവട് ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്ക് വശത്തേക്ക് 20 പലകയും ഒരു പലകയുടെ താഴെ 2 ചുവട്, മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവടും ഉണ്ടാക്കണം. തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാകണം. തിരുനിവാസത്തിൻ്റെ 2 വശത്തുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെയും തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. രണ്ടിനും അങ്ങനെ തന്നെ വേണം. അവ രണ്ടും 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചുവട് ഒരു പലകയുടെ അടിയിൽ, ഒരു ചുവട് മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്, ഇങ്ങനെ 16 വെള്ളിച്ചുവടും വേണം. ഖദിരമരം കൊണ്ട് ആന്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസത്തിൽ ഒരു ഭാഗത്തെ പലകയ്ക്ക് 5 ആന്താഴം. 27-ാം വാക്യത്തിൽ തിരുനിവാസത്തിൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് 5 ആന്താഴം. തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്ത് പലകയ്ക്ക് 5 ആന്താഴം. നടുവിലത്തെ ആന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നത് ആയിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതിയുകയും ആന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം. ആന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃത്യമായി തടിയുടെ ഉപയോഗം വളരെ കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. യേശു കർത്താവിൻ്റെ പിതാവ് യോസഫിൻ്റെ മരപ്പണി, തടിപ്പണിയായിരുന്നു. അവൻ്റെ ചെറുപ്പകാലം മുഴുവൻ പിതാവിനെ സഹായിക്കുന്ന അധ്വാനത്തിലായിരുന്നു. അപ്പോൾ യേശു കർത്താവ് സഭ പണിയുന്ന, ആലയം പണിയുന്ന, നമ്മളെയൊക്കെ പണിതെടുക്കുന്ന ആലയങ്ങളുടെ പണിയിലാണ് യേശുവിൻ്റെ ജന്മം മുഴുവൻ. നമ്മൾ ആദ്യമേ തുണികളുടെ തരങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നമ്മുടെ ജീവിതം തണുപ്പുള്ളതായിരിക്കണം. ഈ തടി കൊണ്ടുള്ള ആ അനുഭവത്തിൽ ധാരാളം കാര്യങ്ങൾ പറയാൻ സാധിക്കും. പക്ഷെങ്കിൽ അത് ദീർഘജീവിതം അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എപ്പോഴും തണുത്തിരിക്കണം. നമ്മുടെ ആലയത്തെ അപ്രകാരം നിർമ്മിച്ച ദൈവത്തിൻ്റെ യെരുശലേം ദേവാലയം പണിയുന്ന ദൈവം കൽപ്പിച്ച് മോശയ്ക്ക് കൊടുത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രമാണങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ഇതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ശരീരമാകുന്ന ഈ ആലയത്തെ പ്രസക്തമായി നിർത്തുവാൻ നമ്മളെ ജീവിതം കൊണ്ടും നമ്മളെ സമർപ്പണം കൊണ്ടും അത് സാധിക്കുമ്പോഴാണ് അത് പൂർണ്ണമാക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ വെയിൽസിനെ പറ്റി 31 മുതൽ 37 വരെയുള്ള ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിഞ്ഞാം പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരുവുള്ളതായി അതിനെ ഉണ്ടാക്കണം. പൊന്ന് പൊതിഞ്ഞതും പൊൻകൊളുത്തുകളും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുചെന്ന് വയ്ക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മീതെ കൃപാസനം വയ്ക്കണം.
തിരശ്ശീലയുടെ പുറമെ മേശയും മേശയ്ക്ക് എതിരെ തിരുനിവാസത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിലവിളക്കും വയ്ക്കണം. മേശ വടക്ക് ഭാഗത്ത് വയ്ക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, മറശ്ശീലയ്ക്ക് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം. ഈ കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇതിന് പൂർണ്ണമാക്കപ്പെടുന്ന അനുഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം ശരീരമാകുന്ന ദേവാലയത്തെ നമ്മൾ ശുദ്ധീകരിച്ച് ഏറ്റവും വിലവുള്ളതായി, ഏറ്റവും പ്രാധാന്യമുള്ളതായി സൂക്ഷിക്കുന്ന ഒരു അനുഭവമാക്കി തീർക്കുന്ന ഒരാലയമായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾക്ക് കനാനിൻ്റെ അനുഭവം പ്രവേശിക്കുവാനായിട്ട് അസ്വർഗീയ അനുഭവം നമുക്ക് നൽകുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടന്ന് അവരെ രൂപാന്തരപ്പെടുത്തി അതിലൂടെ ആ കുടുംബത്തിന് വലിയ ശാപങ്ങളും പാപങ്ങളും പ്രയാസങ്ങളും മാറി സ്വർഗീയ അനുഭവം എല്ലാ ഭവനങ്ങൾക്കും നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.